അപ്പൊ സിദ്ദീഖിന് 3 ഹിജറ വരും. എന്തുകൊണ്ട്? സിദ്ദീഖ് കുറെ മുമ്പോട്ട് നടക്കും, ഒട്ടകത്തൊക്കെ ഒഴിവാക്കിയിട്ട്. പിന്നെ കുറെ പുറകോട്ട് നടക്കും. ഇവര് സഹത്തിലുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്താണ് സിദ്ദീഖ്, നീ കുറെ പുറകോട്ട് പോകുന്നു, പിന്നെ കുറെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ സിദ്ദീഖ് പറയാണ്, അദ്കുറു തലബ യാ റസൂലല്ലാഹ്, നമ്മെ പിന്തുടർന്ന് വരുന്ന അന്വേഷക സംഘത്തെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അവരിവിടെ എങ്ങാനും എത്തിയിട്ടുണ്ടോ നോക്കാനാണ് ഞാൻ പുറകോട്ട് നടക്കുന്നത്. പിന്നീട് ഞാൻ മുൻപോട്ട് നടക്കുന്നത് അദ്കുറു റസദ, നമ്മളെ കാത്തിരിക്കുന്ന വല്ല ഒറ്റുകാരും വഴിയിലുണ്ടോ നോക്കാനാണ്. അപ്പൊ സിദ്ദീഖ് അങ്ങോട്ടും ഇങ്ങോട്ടും. റസൂലുള്ളാഹി പറയില്ല തഹസൻ ഇന്നല്ലാഹ മഅന. അതില് ഇബ്നു സഅദ് പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, നടന്ന് കാലുകളിൽ അടയാളം വീണു റസൂലുള്ളാഹി. പ്രത്യേകിച്ച് വിരല് മാത്രം ഊന്നിയിട്ടാണ് പലയിടത്തും നടന്നത്. കാരണം അറബ് ആളുകൾക്ക് ലക്ഷണശാസ്ത്രം നല്ലപോലെ നിരീക്ഷിക്കാൻ കഴിയും. അപ്പം നടന്നുപോയ വഴി അടയാളങ്ങൾ, കാൽ മുദ്രകൾ കണ്ടാൽ തിരിച്ചറിയും. അങ്ങനെ അത് ഈ പറയുന്നുണ്ട്, അവരിലെ പ്രമുഖര് കണ്ടെത്തിയതൊക്കെ സൗറ് ഗുഹയിൽ അവരെത്തിയത് അടയാളം പിടിച്ചിട്ടാണ്. അപ്പൊ കാൽ വിരലുകൾ മാത്രം ഭൂമിയിൽ ഊന്നി നടക്കുമ്പോൾ എത്രത്തോളം പ്രയാസം ഉണ്ടാവും എന്ന് ആലോചിക്കണം. ഒരു വേള സിദ്ദീഖുൽ അക്ബർ എന്നവര് പിന്നാലെ ഹബീബിനെ തോളത്തേക്ക് എടുത്തു വെക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ആധികാരിക ചരിത്ര നിവേദനങ്ങളിലൊക്കെ ഉള്ളതാണ്. അത് റസൂലുള്ളാഹിനെ തോളത്തെ ഏറ്റിയിട്ട് നടക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ട് മൗലാന ഷേഖ് നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച എന്താ, ബുറാഖ് അവിടെ ഇല്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളെയൊക്കെ സ്വീകരിക്കും. മിഅ്റാജിന്റെ യാത്ര അങ്ങനെയാണ്, വേറെ ആർക്കും അനുധാവനം ചെയ്യാനുള്ളതല്ലല്ലോ. ഹിജ്റ യാത്ര പാവപ്പെട്ടവർക്കും സൗകര്യമുള്ളവർക്കും സൗകര്യമില്ലാത്തവർക്കും എല്ലാ കാലത്തും ഹിജ്റ പോകേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന പ്രാവർത്തിക സന്ദേശമാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ കഷ്ടപ്പാടുകൾ. അല്ലാതെ അല്ലാഹു തആലക്ക് വഴി തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്.